ഹായ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ ഇയർലി പീരിയോഡിക്കൽ സർവീസസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മിനിമം ഒരു 7-8 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ വണ്ടി മേടിക്കുന്നത്. അപ്പൊ അതിൽ സ്ഥിരമായി ചെയ്യേണ്ട സർവീസസിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പൊ അതിനായി നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോയിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ചിനെ പറ്റിയിട്ടും എയർ ഫിൽട്ടർ ചേഞ്ച് ആൻഡ് ഇഞ്ചക്ടർ ക്ലീനിങ്ങിനെ കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ 2 വീഡിയോസ് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ദയവായി പോയി കാണുക. അപ്പൊ ഇന്ന് നമ്മൾ റേഡിയേറ്റർ ക്ലീനിങ് ആൻഡ് കൂളന്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ കൂളന്റ് ഫില്ല് ചെയ്യുമ്പോൾ വാട്ടർ ആണ് ഫില്ല് ചെയ്യാറ്. അങ്ങനെ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ റേഡിയേറ്ററിന്റെ പൈപ്പുകളിലൊക്കെ റസ്റ്റ് പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ റസ്റ്റ് പിടിക്കുമ്പോൾ നമുക്ക് ഈ കൂളന്റിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കില്ല. മാത്രമല്ല എഞ്ചിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് 250 ഡിഗ്രിയോളം വരും. അപ്പൊ ഈ കൂളന്റിന് പ്രോപ്പർ ആയിട്ട് എഞ്ചിന്റെ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൂളന്റിൽ ചെയ്തിരിക്കുന്ന അഡിക്റ്റീവ് എഫക്റ്റ് കുറയുകയും അത് പെട്ടെന്ന് തന്നെ നാശാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കൂളന്റ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഡിസ്റ്റിലറി വാട്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഡിസ്റ്റിലറി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഈ കൂളന്റിലുള്ള വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പൈപ്പുകളിലൊക്കെ റസ്റ്റ് പിടിക്കാണ്ടെയും എഞ്ചിന്റെ ഹീറ്റിനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാനും ഈ ഡിസ്റ്റിലറി വാട്ടർ വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അതിനു മുമ്പ് റേഡിയേറ്ററിന്റെ ഉള്ളിലുള്ള ബ്ലോക്ക് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൂളന്റ് ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നാളെ നമുക്ക് എഞ്ചിൻ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ സ്പാർക്ക് പ്ലഗ് ആൻഡ് ഗ്ലോ പ്ലഗ് പാർട്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് നാളെ സംസാരിക്കാം. ടിൽ ദെൻ ബൈ ബൈ.